गए क्योंकि प्रभु का कार्य वहां पे हो गया। ഒരു ചെന്നായി പോലും ഇവരെ ദൃഷ്ടി വച്ചില്ല. और एक भी भेड़िए ने उसकी तरफ दृष्टि नहीं लगाई। ഒരു ചെന്നായി കടിച്ചു കീറി രക്തം വരുത്തിയില്ല. और एक भी भेड़िए ने उनको जो है पकड़ के मार के खाया नहीं। അവരുടെ വസ്ത്രം നഷ്ടപ്പെട്ടില്ല. उनके वस्त्र जो है खोए नहीं। ആഹാരമില്ലാതെ വന്നില്ല. उनको भोजन की कमी नहीं हुई। അവർ അതിന്റെ ഇടയിൽ നിന്നും സന്തോഷത്തോടെ മടങ്ങി വരുന്നത്. और वो उनके बीच में से बड़े ही आनंद के साथ वापस आए। ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ ദൂതൂടെ പറയാം, ഈ 2026 നീ മുൻപോട്ട് പോകണമെങ്കിൽ ഒരു കാര്യം ഓർത്തോ, ചെന്നായ്ക്കളുടെ നടുവിൽ കൂടെ നീ നടക്കേണ്ടി വന്നാലും അതിന്റെ നടുവിൽ ചില ദൈവപ്രവൃത്തി നീ കണ്ടിരിക്കും. और ये 2026 में मैं परमेश्वर के लोगों से यही कहना चाहता हूँ, अगर आप भेड़ियों के मध्य में भी रहेंगे तो परमेश्वर के कार्यों को जरूर देखेंगे। എണ്ണത്തിൽ ഒന്നുപോലും കുറയാനോ നിന്റെ ശരീരത്തെ തൊടാനോ നിന്റെ പ്രാണനെ തൊടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. और गिनती में एक भी कम हुए बिना आपके शरीर या आपके प्राण को जो है टच करने के लिए प्रभु अनुमति नहीं देगा। 70 പേര് മടങ്ങി വന്നത് എന്തോ പറഞ്ഞോണ്ടാ? ഭൂതങ്ങൾ കീഴടങ്ങുന്നു. വായിച്ചതിന്റെ 17ാമത്തെ വാക്യം വായിച്ചാട്ട് ഒരു പ്രാവശ്യം കൂടെ. സോറി, 18. ഈ പുള്ളികൾ കണ്ട എന്താണെന്നറിയാമോ? ഭൂതങ്ങൾ കീഴടങ്ങുന്നു. പറഞ്ഞു വിട്ടവൻ കണ്ടത് എന്തുവാ? ആകാശത്തു നിന്നും സാത്താൻ മിന്നൽ പോലെ എന്ന് പറഞ്ഞ് ഇതേ ഉള്ളൂ. നിന്റെ പ്രശ്നത്തിന് നടുവിലേക്ക് അവൻ വിട്ടാലും നിങ്ങൾ കാണാത്തൊരു തലം ഇതിന്റെ പുറകിലുണ്ട്. और यहाँ पे जो है चेले बता रहे हैं कि दुष्ट आत्मा हमारे वश में थी और शैतान जो है बिजली के समान स्वर्ग से गिरा हुआ देख पड़ रहा था। മിന്നൽ പോലെ ചിലത്